ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A company issues 25,000 14% debentures of 1,000 each. The debentures are redeemable after the expiry period of 5 years. Tax rate applicable to the company is 35%, including switch and education cess. Switch and education cess. Calculate the cost of debt after tax if debentures issued at 5% discount with 2% flotation cost. എങ്ങനെ വരാം? ഒന്ന് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാനിപ്പോൾ തന്നെ ആൻസർ ചെയ്യും. ഈ വീഡിയോ ഒന്ന് ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇത് കിട്ടുന്നുണ്ടോ അല്ലോ ഒന്ന് നോക്കുക. എന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ആൻസർ ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? 25,000 ഡിബഞ്ചേഴ്സ് ഓഫ് 1,000 ഈച്ച്. 25,000 ഇൻറ്റു 1,000. 25,000 ഇൻറ്റു 1,000 എന്ന് പറയുമ്പോൾ എത്ര വരും? 1 crore 2 crore 50 lakh വരും. ഓക്കെ, 2 crore 50 lakh വരുന്നത് ഇതിൻ്റെ വാല്യൂ. അതിന് എത്രയാണ്? 14% ആണ്. 14% ഈക്വൽ ടു 35 lakh ആണ് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരുന്നത്. എക്സ്പയറി പീരീഡ് 5 years ആണ്. റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി ഈസ് 35%. 35% ആണ് എന്ത്? ടാക്സ് റേറ്റ്. അതിനെ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ഇഷ്യൂ. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി. ഈ ഇയർ N 5 years ആണ്. റിഡംഷൻ വാല്യൂ എത്രയാണ്? റിഡംഷൻ വാല്യൂവിനെ പറ്റി നമ്മൾ ഒന്നും പറയുന്നില്ല ഇവിടെ. ഉണ്ടോ? ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ആഫ്റ്റർ 5 years. ജസ്റ്റ് ആഫ്റ്റർ 5 years നമുക്ക് റിഡീം ചെയ്യാന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒന്നും ക്വസ്റ്റ്യനിലൊന്നും റിഡംഷൻ വാല്യൂ എത്രയാണെന്ന് പറയുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് പാർ വാല്യൂ അഥവാ നമ്മളുടെ ഫേസ് വാല്യൂവിനാണ് എന്ത് റിഡംഷൻ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. റിഡംഷൻ വാല്യൂ ആയിട്ട് 1,000 തന്നെ ആയിരിക്കും. 1,000. സോ 2 crore 50 lakh തന്നെ ആയിരിക്കും റിഡംഷൻ വാല്യൂ ഉണ്ടാവുക. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് 5% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് വിത്ത് 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ്. നമ്മളെ FM-ൽ ഫോർമാറ്റിന്, നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഫോർമാറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ആൻസർ റെഡി ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതിനെ കൊണ്ടാണ് ഞാൻ ഓരോന്നിലും ഓരോ ഫോർമാറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ICൻ്റെ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും ഫോർമാറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു മാർക്കും നഷ്ടപ്പെടുന്നില്ല. ബട്ട് ആൻസർ ശരിയായിരിക്കണം. നിങ്ങൾക്ക് ഈ രീതിയിലല്ലാതെ ബാക്കിയുള്ള രീതിയിൽ മറ്റു രീതിയിലൊക്കെ ചെയ്യാം. അതാണ് FM-ൻ്റെ വേറൊരു പ്രത്യേകത. നമുക്ക് ഇനി ഇക്വേഷൻ എഴുതാം.
കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമുക്കറിയാലോ, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഹോൾ ഡിവൈഡഡ് ബൈ n whole divided by redemption value plus net proceeds divided by 2. അതെന്താ എങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇൻട്രസ്റ്റ് എത്രയാണ്? 35 ലാക്ക്. ഇതിപ്പം നിങ്ങൾ വലിയ എമൗണ്ട് അല്ലേ, ഈ വലിയ എമൗണ്ടിന് നമ്മൾ നേരെ എന്ത് വെച്ച് ചെയ്യാം? ഇതിപ്പോൾ നമ്മൾ 5% ഡിസ്കൗണ്ട് എന്നും അതുപോലെ തന്നെ 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് ജസ്റ്റ് പെർസെൻറ്റേജിലല്ലേ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ 25,000 ഷെയർസിൻ്റെ എടുക്കാതെ ഒരു ഷെയറിൻ്റെ മാത്രം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ 2,50,000 പകരം നമുക്ക് 1,000 മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒറ്റ ഷെയറിന് എത്ര വരും എന്ന് വെച്ചിട്ട് അത് തന്നെ ആയിരിക്കുമല്ലോ ടോട്ടൽ ഷെയർസിനും വരിക. അപ്പോൾ ഒറ്റ ഷെയറിന് എത്ര വരും എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാം? അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഒറ്റ ഷെയറിന് ഇൻട്രസ്റ്റ് ഫോർ 1 ഷെയർ ഈസ് ഈക്വൽ ടു 1,000 into 14% is equal to 140 ആയിരിക്കും എന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 140 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 1 മൈനസ് 35% പ്ലസ് റിഡംഷൻ വാല്യൂ എത്രയാണ്? 1000 ലെസ് നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ്? നെറ്റ് പ്രൊസീഡ്സിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രൊസീഡ്സിലാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. നമ്മുടെ എങ്ങനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നെറ്റ് പ്രൊസീഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഇഷ്യൂവിന് വരുന്ന കോസ്റ്റസ് കുറച്ചാലാണ് എന്ത് നെറ്റ് പ്രൊസീഡ്സ് കിട്ടുക. നെറ്റ് പ്രൊസീഡ്സ് ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ് ലെസ് ഇഷ്യൂ കോസ്റ്റസ്. ഇപ്പം ഇഷ്യൂ പ്രൈസ് എത്രയാണ് ഇവിടെ? 1,000 rupees ഇൻറ്റു 95%, ദറ്റ് ഈസ് 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, മൈനസ് ഇഷ്യൂ കോസ്റ്റ് എത്രയാണ്? ഇഷ്യൂവിന് വരുന്ന കോസ്റ്റ് 2% ആണ് എന്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഈ 2% ഓൺ വാട്ട്? 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇഷ്യൂ പ്രൈസിനല്ല, അത് നമ്മുടെ ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് വരിക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് വരിക. സോ ഫേസ് വാല്യൂ എത്രയാണ് ഇവിടെ? 1000 ആണ്. 1000 ഇൻറ്റു 2%, ദാറ്റ് ഈസ് 20 മൈനസ് 20 is equal to 950 minus 20 is equal to 930. 930 ആണ് എന്ത് നെറ്റ് പ്രൊസീഡ്സ് വരുന്നത്. അപ്പം നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് കിട്ടിയാൽ ബാക്കി ക്വസ്റ്റ്യൻ പിന്നെ സിമ്പിളാണ്. നെറ്റ് പ്രൊസീഡ്സ് എത്ര വരുന്നത്? അപ്പം നെറ്റ് പ്രൊസീഡ്സ് net proceeds is equal to issue price minus issue cost. So 930 കിട്ടി. അതുപോലെ തന്നെ റിഡംഷൻ വാല്യൂ എത്രയാണ്? 1000 തന്നെയാണ്. അപ്പം 1000 മൈനസ്
ഇവിടെ എത്ര വരിക? 1000 മൈനസ് 930 ഡിവൈഡഡ് ബൈ n എത്ര വർഷമാണ്? 5 ഇയേഴ്സിലേക്കാണ്. സോ 5 ഇയേഴ്സ് ഓൾ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് റിഡംഷൻ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ 2. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എത്രയാണ് കോസ്റ്റ് വരുന്നത്? 140 into 65%, 91 plus 1000 minus 930 divided by 5, 40 divided by 1000 plus 930 divided by 2, 965. So 91 plus 40 divided by 965 is equal to 10.88% എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഈ ഫുള്ളായിട്ടുള്ള 25,000 ഷെയർസിൻ്റെയും എടുത്തിട്ട് 25,000 ടോട്ടലായിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോന്നിൻ്റെ പേഴ്സൻറ്റേജിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നതാണ് എളുപ്പം? ഓരോ ഈച്ച് ഷെയർ 1 ഷെയറിൻ്റെത് 1000 വെച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. മറ്റേതാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പം നമ്മളെപ്പോഴും സിമ്പിൾ വഴി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നേരെ മറിച്ച് ഇവിടെ ഇപ്പം 5% ഡിസ്കൗണ്ട് വിത്ത് 2% ഫ്ലോട്ടേഷൻ കോസ്റ്റിന് പകരം എന്തായിരുന്നു തന്നത്? ടോട്ടലായിട്ടൊരു 1 lakh ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നാണ് തന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിംഗിൾ ഷെയർ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ടോട്ടലായിട്ടുള്ള കോസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1 lakhനെ 25,000 ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ₹4 എന്ന് കിട്ടും. ഈ 4നെ കൊണ്ട് നമ്മൾ കുറച്ചിട്ട് ഈച്ച് സിംഗിൾ ഷെയറിൽ കുറച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം ഒന്നെങ്കിൽ എന്തായാലും ഏതിലാണോ തന്നിട്ടുള്ളത് അതിലേക്ക് കൺവേർട്ട് ചെയ്ത്, സിംഗിൾ ഷെയർ ആണെങ്കിൽ എല്ലാം സിംഗിൾ ഷെയറിൻ്റെ അതിലേക്ക് മാറ്റുക. ഇനി ഫുള്ളായിട്ട് ടോട്ടൽ ഷെയർസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫുള്ള് ടോട്ടലായിട്ടുള്ള എമൗണ്ടിലേക്ക് മാറ്റുക. എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്താൽ ഫുള്ള് തെറ്റിപ്പോകും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് സിമ്പിളല്ലേ? എനിക്ക് ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഏതുമ്മേൽ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മളെപ്പോഴും ഫേസ് വാല്യൂൻ്റെ മുകളിൽ എടുക്കുക, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും 2% ഓൺ റിഡംഷൻ വാല്യൂ, അല്ല 2% ഓൺ ഇഷ്യൂ പ്രൈസ്, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ എത്രയാണ് ഇഷ്യൂ പ്രൈസ് വെച്ചാൽ അതിൻ്റെ മുകളിൽ എടുക്കുക. അല്ല ഇനി 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂൻ്റെ മുകളിൽ തന്നെ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. A Limited issued 30,000 15% preference shares of 100 each. The cost of issue was 30,000. The debentures determine the cost of preference share capital if shares issued at par, at premium 10%, at discount 10%. ഇത് നമ്മൾ ആദ്യം കണ്ടത് നമ്മളെ കേഡിൻ്റെ അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ കിട്ടുന്നതേ ഉള്ളൂ. ഞാനിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ആണെങ്കിലൊന്നും ചെയ്യാലേ. ഇത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ICAൻ്റെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ് FM. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? KP ഇസ് ഈക്വൽ ടു എന്താണ്? പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇറഡീമബിൾ ആണ് ഇത് കേസ്, കാരണം ഇയേഴ്സ് പറയുന്നില്ല. സോ KP പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് ഇവിടെ? 15%. അപ്പം നമുക്ക് നേരെ പേഴ്സൻറ്റേജ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. സോ 15% അല്ല, പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം.
ബട്ട് അടിയിലുള്ളതും എല്ലാം പെർസെൻറ്റേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 15 ഇവിടെ 100 ആയതിനെ കൊണ്ട് നമുക്ക് പെർസെൻറ്റേജും അതുപോലെ തന്നെ എമൗണ്ടും ഒക്കെ സെയിം ആയിട്ടാണ് വരിക. ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് ഒരു ഷെയറിന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഒരു ഷെയറിന് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പ്രിഫറൻസ് ഡിവിഡൻഡ് 100 റുപ്പീസിൻ്റെ ഒരു ഷെയറിന് 15%, അതായത് 15 റുപ്പീസാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റായിട്ട് എത്രയാണ് പ്രൊസീഡ്സ് വരുന്നത്? 100 റുപ്പീസാണ് ഇഷ്യൂഡ് 30,000 100 ഷെയർസ്. 30,000 ഷെയർസ് 100 ഈച്ച് ആയിട്ടുള്ള ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ബട്ട് കോസ്റ്റ് നോക്കുമ്പം ടോട്ടലായിട്ട് 30, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടോട്ടലായിട്ടാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂ പെർ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 30,000 ആണ് എന്ത് ടോട്ടലായിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. എത്രയുണ്ട്? 30,000 ഷെയർസ് ഈക്വൽ ടു ₹1. ₹1 ആണ് എന്ത് നമ്മളുടെ ഈച്ച് ഷെയറിന് വരുന്ന കോസ്റ്റ് ഓഫ് ഇഷ്യൂ. അപ്പം 100 - 1 ഈക്വൽ ടു 15 divided by 99 is equal to 15.152% വരും. കണ്ടോ? ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. MCQയിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ MCQയിൽ എങ്ങനെ വരിക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളെ ചിലപ്പം ചില കേസിൽ ഒരു 5 മാർക്കിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ഫുള്ളായിട്ട് തരും. എന്നിട്ട് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാൻ പറയില്ല ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ പറയും. ഇപ്പം ആദ്യം കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കും, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പോലെ 2 മാർക്കിൻ്റെ MCQ ആയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മളെന്തായാലും ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. ഒരു സാധാ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും MCQ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ MCQനായിട്ട് വേറെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം അതിനകത്തില്ല. നമ്മൾ ആ കോൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞാൽ തന്നെ ഏതാണ്ട് കവറാകും. പിന്നെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും MCQയിലും, ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ തിയറി ആയിട്ടും ഉണ്ടാവും. അല്ലാത്തതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നിട്ട് ആ പ്രോബ്ലത്തിൽ നിന്നുള്ള ഒരു ആൻസർ ഫൈൻഡ് ചെയ്യാനായിരിക്കും MCQയിലും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ MCQയിൽ 2 മാർക്കിന് വരും. അല്ലാതെ വലിയ ക്വസ്റ്റ്യൻസ് തന്നെ MCQയിൽ തന്നിട്ട് ഒരു 10 മാർക്കിൻ്റെ 2 ഉള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മളൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അറ്റ് പാറിന് നമ്മൾ ചെയ്തു. ഇനി അറ്റ് പ്രീമിയം 10% പ്രീമിയത്തിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്താണ് ഇക്വേഷൻ മാറുന്നില്ല. പ്രീമിയത്തിന് ചെയ്താലെങ്കിലും പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഈക്വൽ ടു ഡിവിഡൻഡ് എത്രയാണ്? 15 ആണ്. ഡിവിഡൻഡിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഓൺ ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് എന്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ ഡിബഞ്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഫേസ് വാല്യൂ നോക്കിയിട്ടാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ റിട്ടേൺ ഒക്കെ നോക്കുന്നത്. സോ 15 റുപ്പീസ് ആണ് നമ്മളെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റായിട്ട് എത്രയാണ് കിട്ടുന്നത്? 1 പ്രീമിയത്തിന് ചെയ്യുമ്പോൾ 110 ആവും. 110 റുപ്യ കിട്ടും നമുക്ക്. അതിൽ നിന്നും പെർ ഷെയർ കോസ്റ്റ് ₹1 ആണ്. സോ 15/09 ഈക്വൽ ടു 13.76%. അതാണ് പ്രീമിയത്തിൽ ചെയ്യുമ്പോഴുള്ള നമുക്ക് കോസ്റ്റ്. നെക്സ്റ്റ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. അറ്റ് ഡിസ്കൗണ്ട് 10% ആണെങ്കിൽ KP ഈക്വൽ ടു
പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രോഫിറ്റ്സ്. എപ്പോഴും ഇതിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നെ എഴുതിയിട്ട് ബാക്കി പിന്നെ നേരെ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇക്വേഷൻസ് എഴുതുന്നത്. നിങ്ങൾക്കൊന്ന് ഇക്വേഷൻ കുറച്ച് കാണാതെ പഠിക്കാനും കൂടി, കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. നമ്മൾ എന്താണ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. സോ 15 ഡിവൈഡ് ബൈ എത്രയാണ് 90 മൈനസ് 1 ഈക്വൽ ടു ഡിവൈഡ് ബൈ 89 16.58539% കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണുള്ളത്? ഇത്രയും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇത് നേരെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ അതേപോലെ തന്നെയാണ്, ബട്ട് ആ ടാക്സ് സേവിങ് ഇല്ലാത്തതിനെ കൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രിഫറൻസും ഡെപ്റ്റ് ഏറെക്കുറെ സെയിം ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. A company issued 40,000 12% preference shares of 100 each at a premium of ₹5 each, redeemable after 10 years at a premium of ₹10 each. The flotation cost of each share is ₹2. Calculate the cost of preference share capital ignoring dividend tax. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നേരത്തെ കണ്ട മീൻസ് നമ്മൾ ഇതിൽ കണ്ടില്ലേ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ നമ്മൾ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളത് എന്തൊക്കെയാണ്? 40,000 ഷെയർസ്, 12% പ്രിഫറൻസ് ഷെയർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണെന്ന് എഴുതാം. ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം. നമുക്ക് KP is equal to preference dividend plus redemption value minus net proceeds divided by N all divided by redemption value plus net proceeds divided by 2. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. പ്രിഫറൻസ് ഡിവിഡൻഡ് പെർ ഷെയർ, നമ്മൾ പെർ ഷെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെർ ഷെയർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. കാരണം കുറേ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ നമ്മൾ 40,000 into 100 ചെയ്യുമ്പം നമുക്ക് 40 lakh വെച്ചിട്ട് ഒരു 2 0 കൂടുന്നേ ഉള്ളൂ. എന്നാലും ഒരു 40,000 വെച്ചിട്ട് ഒരു 10 lakh ഫിഗർ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബട്ട് എന്നാലും നമുക്ക് സിമ്പിളായിട്ടുള്ള രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം 100 into 12% ഈക്വൽ ടു 12 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇനി പ്രീമിയം എത്രയാണ്? അറ്റ് പ്രീമിയം ഇഷ്യൂ പ്രൈസ് 105. അതുപോലെ തന്നെ റെഡീമബിൾ ആഫ്റ്റർ 10 years, N 10 years ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ₹2 ആണ്. സോ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് വരിക? നെറ്റ് പ്രൊസീഡ്സ് 105 മൈനസ് 2 103 എന്ന് വരും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇക്വേഷനിൽ ഓരോന്ന് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. KP is equal to പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? 12 ഇൻറ്റു റിഡംഷൻ വാല്യൂ എത്രയാണ്? റിഡംഷൻ വാല്യൂ പ്രീമിയം
10 year അറ്റ് എ പ്രീമിയം ഓഫ് 10 rupees ഈച്ച്. അതായത് റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് 100 + 10 ആണ്. അപ്പോൾ 110 മൈനസ് 103 ഡിവൈഡഡ് ബൈ 10 ഹോൾ ഡിവൈഡഡ് ബൈ 110 + 103 divided by 2 is equal to 110 minus 103 divided by 0.7, 12.7 divided by 110 plus 103, 110 plus 103 divided by 2, 106.5 is equal to 11.92% എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, റെഡീമബിളും ഇറഡീമബിളും കണ്ടുപിടിക്കുക. ഇത് റെഡീമബിളിൻ്റെ കേസ്, മറ്റത് ഇറഡീമബിളിൻ്റെ കേസ്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, കിട്ടാതിരിക്കില്ല. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അത് കുറച്ച് അത്യാവശ്യം കൂടുതലുണ്ടാകും. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം.